നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചെട്ടിയാരുടെ അപ്പത്തിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ മുൻപ് ഒരു ദിവസം അലങ്കാരം പറയുന്ന സമയത്തെ ഇന്ന് ചെട്ടിയാരുടെ അപ്പമുള്ള ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചുവടെയായിട്ട് വന്നിട്ടുള്ള ഒരു കമൻ്റാണ്. സന്ധ്യ അനിൽ എന്നുള്ള ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സന്ധ്യ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചെട്ടിയാരുടെ അപ്പത്തിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ആദ്യം തന്നെ പറയട്ടെ, അദ്ദേഹം ചെട്ടിയാരല്ല കേട്ടോ. അദ്ദേഹത്തിനെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു ഭക്തൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയോ അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, കാരണം ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്, ഭഗവാനോടുള്ള ഒരു ഭക്തി കൊണ്ട് തന്നെയാണ്, സ്നേഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൊതുവെ പുറമേ നിന്നൊക്കെ കച്ചവടക്കാർ ബിസിനസ്സുകാരൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഗുരുവായൂരുകാരുടെ ഒരു പ്രത്യേകത അവരെ ചെട്ടിയാരെന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. ചെട്ടിയാരുടെ സാരി, ചെട്ടിയാരുടെ മുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ കേട്ടോ. അല്ലാതെ ഒരു സമുദായത്തിന്റെ പേര് ചേർത്ത് വിളിക്കുന്നതല്ല ഈ ചെട്ടിയാരെന്നുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്ന് കേട്ടു കേട്ടോ. ഞാൻ ചെട്ടിയാരല്ല, എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് വിളിക്കുന്നതല്ല കേട്ടോ. എന്തായാലും അത് അങ്ങനെ ഒരു ശൈലിയാണ്, അല്ലാതെ ഗുരുവായൂർക്കാർക്ക് ജാതിയും അതൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹം ചെട്ടിയാരല്ല. എന്നാൽ എന്താണെന്ന് ഞാൻ പറയാനും പോകുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൈവസിനെ ബാധിക്കും, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പൊ ഈ ചെട്ടിയാരുടെ അപ്പത്തിന് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതുണ്ടാകാനായിട്ടുള്ള, അല്ലെങ്കിൽ എന്ന് മുതലാണ് അദ്ദേഹം അപ്പം വഴിപാട് ഷീട്ടാക്കാനായിട്ട് തുടങ്ങിയത്, അതിന് പുറകിലുള്ള ഒരു സംഭവം പറയാട്ടോ. അദ്ദേഹം ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന കുറച്ച് ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം അത് ഭഗവാനുള്ളതാണ്. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് വരും, വഴിപാടുകളൊക്കെ ചെയ്യും. ഒരിക്കൽ അദ്ദേഹം 101 ടിന്ന് എണ്ണയൊക്കെ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എണ്ണ ചെട്ടിയാരെന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ പക്ഷെ അപ്പ ചെട്ടിയാരെന്നായിട്ടുണ്ട് കേട്ടോ അത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഭഗവാനെ തൊഴാൻ വന്ന സമയത്ത് അവിടെ തിടപ്പള്ളിയിലെ അപ്പം ഉണ്ടാക്കൂലോ, അപ്പൊ അതിൽ നിന്ന് 2 അപ്പം ലഭിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ ലഭിക്കും എന്നായിരുന്നു അവിടുത്തെ മറുപടി. അങ്ങനെ ഷീട്ടാക്കാനായിട്ട് കൗണ്ടറിൽ പോയപ്പോഴോ അവിടെ ഷീട്ടാക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്പമൊക്കെ രാത്രി അത്താഴ പൂജയ്ക്കാണ് നീതിക്കുക. അപ്പൊ ആ ഒരു അപ്പം ഷീട്ടാക്കണമെങ്കിൽ, അപ്പം അവില് അതൊക്കെ ഷീട്ടാക്കണമെങ്കിൽ രാവിലത്തെ സമയത്ത്, അത് 12 മണിക്ക് മുൻപായിട്ട് ഷീട്ടാക്കിയിരിക്കണം. അതുകൊണ്ട് അതിന് അദ്ദേഹത്തിന് ചെന്ന സമയത്താണെങ്കിലോ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ഷീട്ടാക്കാനായിട്ട് സാധിക്കൂല. ഇദ്ദേഹത്തിനാണെങ്കിൽ ഇത് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യാം? അപ്പൊ അവർ പറഞ്ഞു, അത്രേ പ്രസാദ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു നോക്കൂ, ഉറപ്പൊന്നുമില്ല, ഉണ്ടെങ്കിൽ കിട്ടും ആ രീതിയിൽ. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ കോയ്മ പറഞ്ഞു, ഷീട്ട് അനുസരിച്ചുള്ള അപ്പമൊക്കെ വിതരണം കഴിഞ്ഞു, ഇനി നാളെ രാവിലെ 11 മണിക്ക് വന്നോളൂ, ഉണ്ടെങ്കിൽ തരാം, പണമൊന്നും വേണ്ട, ഉണ്ടെന്നുള്ളത് ഉറപ്പും പറയാനായിട്ട് പറ്റില്ല എന്ന്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, രാത്രി അത്താഴപൂജ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്ത് അവരെ പ്രവൃത്തിക്കാര് വാര്യന്മാരുണ്ടായിരിക്കുമല്ലോ, അത് ആരാണോ 10 കാര്യമുണ്ടാവുമല്ലോ, ആർക്കാണോ പ്രവൃത്തി, ആർക്കാണോ ചുമതല, അവരായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. അവിടെ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ ലഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു അത്രേ. അതും ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പറഞ്ഞ പ്രകാരം അദ്ദേഹം അത്താഴപൂജയ്ക്കൊക്കെ ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. അന്നത്തെ പ്രവൃത്തി വാര്യർ, 10 വാര്യർ ആരാണോ അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു. അദ്ദേഹം ആണെങ്കിൽ പൂജ ഒക്കെ കഴിഞ്ഞിട്ട് സ്വർണ്ണപാത്രങ്ങളും ഒക്കെ കഴുകി വെച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഭക്തൻ അവിടേക്ക് വരുന്നത്. അപ്പൊ 2 അപ്പം തരാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ എന്നായിരുന്നു അവിടുത്തെ മറുപടി. കാരണം അവർക്ക് അവകാശമുണ്ട്, ഓരോ ദിവസവും ഭഗവാന്റെ നേര്യങ്ങൾ അവകാശമുണ്ട്. അപ്പൊ അത് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അത് ലഭിച്ചു. ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇങ്ങനെ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പിന്നെയും ഭക്തരുണ്ടാകൂലോ. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം വാര്യർ പറഞ്ഞു കൊടുത്തു, നേരത്തെ കൂട്ടി ഷീട്ടാക്കുക എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. നേരത്തെ കൂട്ടി ഷീട്ടാക്കിയാൽ മാത്രമേ അപ്പം വഴിപാട് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നും ഉള്ള ഒരു ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തിന്, ഈ ഭക്തനെ. അപ്പൊ നല്ല കാര്യം, വളരെ നല്ല കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ പ്രസാദങ്ങൾ നമുക്കൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു അംശമാണ്. അത് എല്ലാ ഭക്തർക്കും വിതരണം ചെയ്യാനായിട്ട്, നൽകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യം തന്നെയാണല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലെ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഇനി എന്താണ് അതിന്റെ പോംവഴിയും ചോദിച്ചപ്പോൾ ഇദ്ദേഹമാണെങ്കിലോ എല്ലാ മാസവും ഭഗവാനെ തൊഴാനായിട്ട്
വരാറുണ്ട്. അപ്പോൾ അടുത്ത മാസം ഇദ്ദേഹം വരികയാണ്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ ഇന്ന് ഷീട്ടാക്കി കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കുള്ളത് ചെയ്ത് വെക്കാമല്ലോ, അങ്ങനെ മുൻകൂട്ടി ഷീട്ടാക്കാമല്ലോ. അപ്പോൾ ആ ദിവസം വന്നിട്ട് ഷീട്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ അദ്ദേഹം മുൻകൂട്ടിയിട്ട് അപ്പം ഷീട്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് അപ്പത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് അത് എത്തി നിൽക്കുന്നത് 7000-ഓളം അപ്പത്തിലാണ്. സുമാർ 7000 അങ്ങനെ വേണം പറയാനായിട്ട്. 1,00,000 രൂപയുടെ അപ്പമാണ് അദ്ദേഹം ഓരോ മാസവും ഷീട്ടാക്കുന്നത് കേട്ടോ. അതായത് എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ദിവസമാണ് ഷീട്ടാക്കുക. അപ്പം അന്നാണ് ചെട്ടിയാടപ്പം ഉണ്ടായിരിക്കാം. അത് ഭഗവാനെ നേദിച്ച് ആ തഴപൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസാദം എല്ലാ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ലഭിച്ചിട്ടുള്ള ധാരാളം പേരുണ്ടായിരിക്കും. അപ്പം അപ്പം ലഭിക്കാനായിട്ട് ആ സമയത്ത് അത് വിതരണം ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കണ്ടിട്ട് പലരും വാങ്ങിക്കാനായിട്ട് വരിക. അപ്പോഴാണ് മനസ്സിലാകുക ആ സമയത്തല്ല അത് ഷീട്ടാക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ സങ്കടപ്പെട്ടു പോകുന്നവർക്കൊക്കെ ചെട്ടിയാടപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ കിട്ടിയിട്ടുള്ള നിരവധി പേരും നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാ മാസവും അവസാനമാണ് അദ്ദേഹം അപ്പം ഷീട്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രം ഇദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഗുരുവായൂരപ്പനോട് എന്തുമാത്രം ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരു ആളായിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഹിതമാണ് ഭഗവാന് നൽകുന്നതും. അത് നൽകാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അത് തീർച്ചയായിട്ടും വലിയൊരു മനസ്സ് തന്നെയാണ്, വലിയൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ് കേട്ടോ അദ്ദേഹം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലെ തമിഴ്നാട്ടിലാണ് കേട്ടോ, അവിടെയാണ് ആ ക്ഷേത്രം ഉള്ളത്. അവിടെ ഭഗവാന്റെ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞല്ലോ. കേരളീയ സമ്പ്രദായത്തിലാണ് അവിടുത്തെ അതായത് പ്രതിഷ്ഠ ചടങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്പൂതിരിമാരെ, അതുപോലെ മാരാര് വാര്യര് ഒക്കെ പോയിട്ടാണ് അവിടെ പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്, എല്ലാ ദിവസവും നാരായണീയ പാരായണമുണ്ട്. പിന്നെ വർഷത്തിലൊരിക്കൽ പ്രതിഷ്ഠാദിനമുണ്ട്. ഉത്സവമൊക്കെ വളരെ കേമായിട്ടാണ് നടത്തുന്നത്. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗംഭീര സ്വീകരണമൊക്കെയാണ് നൽകുക കേട്ടോ. അത്രത്തോളം ഭഗവാന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾ ചെട്ടിയാർ എന്ന് പറയുന്ന ആ ഒരു ഭക്തൻ. എന്തായാലും തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹം ഈ അപ്പം വഴിപാട് മാത്രമല്ല കേട്ടോ, നിരവധി വഴിപാടുകൾ ഭഗവാനെ സമർപ്പിക്കാറുണ്ട്. പക്ഷെ അതിൽ ഈ അപ്പമാണ് കുറച്ചും കൂടെ എല്ലാവരും അറിയുന്നത്. കാരണം അതിൻ്റെ ആ ഒരു പ്രസാദം ഭക്തജനങ്ങളിലേക്കും കൂടെ എത്തുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയേറെ ഭക്തർ അതിനെക്കുറിച്ച് അറിയുന്നത്. നമ്മളത് പറയാനിടയായതും ഒരു ഭക്ത സംശയമായിട്ട് അത് കൂടുതൽ ചോദിക്കൂ, അല്ലെങ്കിൽ കൂടുതൽ അതേപ്പറ്റി പറയൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് ഈ കുറച്ച് കാര്യങ്ങളെങ്കിലും എത്തിക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ഭഗവാൻ നൽകട്ടെ. അദ്ദേഹത്തിലൂടെ ഒരുപാട് നന്മകൾ ഭക്തജനങ്ങൾക്ക് ചെയ്യാനായിട്ട് അതിനുള്ള അനുഗ്രഹം കൂടെ ഭഗവാൻ അദ്ദേഹത്തിന് നൽകട്ടെ കേട്ടോ. ആ ക്ഷേത്രം നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൃശ്ശനാപ്പള്ളി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. ഇനി അത് എവിടെയാണെന്ന് പലരും ചോദിക്കും. പേര് പെട്ടെന്ന് മറന്നുപോയത് കൊണ്ടാണ് കേട്ടോ വിട്ടുപോയത് പറയാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ധാരാളം അനുഗ്രഹം അദ്ദേഹത്തിന് നൽകട്ടെ. ഇനിയും നന്മകൾ ചെയ്യാനായിട്ട്, ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ അദ്ദേഹത്തിന് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അലങ്കാരം പറയണ്ടേ? അലങ്കാരത്തിലോട്ട് കിടക്കാം. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ ആദ്യം പറയാം കേട്ടോ. ഭഗവാൻ ഇന്നലെ ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു. ചെറിയൊരു ഉണ്ണി നിന്നിട്ട് ഓടക്കുഴൽ ഊതാണ് ശ്രീലകത്ത്. കാണുമ്പോൾ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാനെ കാണാനായിട്ട്. ആ പട്ടുകോണൊക്കെ കൊടുത്തിട്ട് ഒരു വലിയൊരു ഗമയിൽ ഒരു കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഓടക്കുഴൽ ഊതുന്ന ആ രംഗൊന്ന് സങ്കല്പിച്ച് നോക്കി നോക്കൂ. എത്രയോ ചിത്രങ്ങളിൽ നമ്മൾ ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം, ആ മുരളീധരൻ്റെ രൂപം കണ്ടിട്ടുണ്ടല്ലേ? അതേപോലെ തന്നെ നമുക്ക് നേരിട്ട് കാണുന്ന പോലെ തന്നെ ഭഗവാനെ എപ്പോഴും, ഭഗവാന്റെ ഏത് അലങ്കാരങ്ങൾ കാണുമ്പോഴും നമുക്ക് തൊട്ട് മുന്നിൽ യഥാർത്ഥത്തിൽ ഭഗവാൻ വന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നുക. വെറുതെ ഒന്ന് കണ്ട് അലങ്കാരം നോക്കിയിട്ട് തൊഴുതു പോകുക, അങ്ങനെയല്ല. ശരിക്കും അവിടേക്ക് പ്രവേശിക്കുന്ന ആ മാത്രയിൽ തന്നെ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക്, ഭഗവാനിൽ ഒരുപാട് ഭക്തിയുള്ളവർക്ക് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഭഗവാൻ മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് തോന്നുക. അങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവാനെ കാണാനായിട്ട്. പിന്നെ നല്ല ശുദ്ധിയൊക്കെ ആയതുകൊണ്ട് ആ രണ്ട് സൈഡിലും മാതിരിമാടത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ അഴികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട്, കുറച്ചും കൂടെ ഒന്ന് എളുപ്പത്തിൽ അവിടെ അതിൽ കൂടെ പോകാനാണെങ്കിലും ഒന്നും കൂടെ ദർശനം നന്നായി കണ്ടിരുന്നു ഇന്നലെ കേട്ടോ. ദൂരെ നിന്ന് തന്നെ ഇന്നലെ നന്നായി കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരൊക്കെ ഏകദേശം എൻ്റെ അത്ര പോകുന്നവർ, അല്ലെങ്കിൽ കുറച്ച് ഉയരം കുറഞ്ഞവർ, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ഹൈറ്റുള്ളവരാണെങ്കിൽ അങ്ങനെ കണ്ണിൽ പെടില്ല. പക്ഷെ ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അകലേന്നത് തന്നെ ഭഗവാനെ കാണാനായിട്ട്
സാധിച്ചു കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നി. അല്ലെങ്കിൽ തിരുമുടിയുടെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ഉണ്ടന്മാരുടെ ഏതെങ്കിലുമൊക്കെ ഭാഗമൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. ആ മുഖത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് ദൃഷ്ടി വരാറില്ലായിരുന്നു. പക്ഷെ ഇന്നലെ മനോഹരമായിട്ട് ഭഗവാനെ ദർശിക്കാനും കൂടെ സാധിച്ചു കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ചുവപ്പ് തെച്ചിയിൽ മാത്രം, പിന്നെ ഒരെണ്ണം തെച്ചിയും നന്ദ്യാർവട്ടം കൂടി കോർത്തിട്ടുള്ളത്, പിന്നെ ഒരെണ്ണം 3 നിറങ്ങളുണ്ട്, തെച്ചി, തുളസി, നന്ദ്യാർവട്ടം, അങ്ങനെ കോർത്തിരിക്കുന്നത്. 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തിൽ ചേർന്ന് കിടക്കുന്നത് തെച്ചി, തുളസി, നന്ദ്യാർവട്ടം, 3 നിറങ്ങളും കൂടെ കോർത്തിട്ടുണ്ട് കേട്ടോ. നന്ദ്യാർവട്ടം അല്ല, താമരയാണ് കോർത്തിരിക്കുന്നത്. അതിൽ 3 നിറങ്ങളുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയിൽ മുഴുവനായിട്ട് താമരയാണ് കോർത്തിരിക്കുന്നത്. ഇതിന് നടുക്കാണ് ഭഗവാൻ നിന്നിട്ട് ഓടക്കുഴൽ വിളിക്കുന്നുണ്ടായിരുന്നത്. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട് കേട്ടോ. നെറ്റിയിൽ ഗോപീതിലകുണ്ട്, കാതുപൂക്കലുണ്ട്. നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. പിന്നെ 2 കൈകൾ കൊണ്ടും പൊന്നോടക്കുഴലി ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വീണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ. കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. ഇത് പോരാത്തതിന് തോളിൽ 2 തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെടുക. എന്താണെന്നറിയോ, നല്ല വീതിയിലുള്ളത്, നല്ല തിളക്കമുണ്ട്, നല്ല വീതിയിലുള്ള കിങ്ങിണിയായിരുന്നു. പട്ടുകോണൊക്കെ കുച്ചിട്ടിട്ട് കാലിങ്ങനെ പിണച്ച് വെച്ചിട്ട്, കുഞ്ഞു കാലുകളാണ് കേട്ടോ, പിണച്ച് വെച്ചിട്ട് കാൽത്തള വിളക്കണിഞ്ഞിട്ടാണ് മനോഹരമായിട്ട് സുന്ദരനായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഓടക്കുഴൽ നാദമൊക്കെ എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് കുറച്ച് നേരം കേട്ടോളൂ കേട്ടോ. ഭഗവാന്റെ ആ രൂപമൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ മുരളീധരനായിട്ട് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണീനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ പോണത്. ഗണപതി നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നത്, ചുവപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. 2 മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. തുമ്പിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ ഒരു ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ വയറിന്റെ ഭാഗത്ത് 2 സ്വർണ്ണപ്പൂക്കളും കൂടി ഉണ്ട് കേട്ടോ. നെറ്റിയിൽ വേറൊരു പൊട്ടും കൂടി ഉണ്ട്. ഈ ഗോപിക്ക് മുകളിലായിട്ടേ ഒരു വട്ടത്തിലൊരു പുള്ളി, അങ്ങനെയാണ്. അതിന് വട്ടത്തിൽ ഒരു വെള്ള നൂല് കൊണ്ട് ഒരു വട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വൃത്താകൃതിയിൽ. പിന്നെ കിരീടം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്, തട്ടുതട്ടായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചുവപ്പ്, ചന്ദനം, വെളുപ്പ്, ഈ നിറങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വരവരകൾ പോലെയായിട്ട് തട്ടുതട്ടായിട്ടാണ് ഗണപതിക്ക് കിരീടം ഉണ്ടായിരുന്നത്. അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗണപതിയുടെ ഈ അലങ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതികേമം തന്നെയായിരുന്നു. അങ്ങനെ നല്ല ഉഷാറായിട്ട് സുന്ദരനായിട്ട് ഇരിക്കുന്ന ഗണപതിയായിരുന്നു. എല്ലാവരും ഗണപതിയുടെ രൂപമൊക്കെ മനസ്സിൽ നന്നായി കണ്ടോളൂ. ആ രൂപമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ഭഗവതിനെ കാണാനായിട്ട് പോയാലോ. ഭഗവതി സുന്ദരിയായിട്ടാണ് ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഒരു സ്വർണത്തിന്റെ നിറം, മഞ്ഞയും സ്വർണ്ണ നിറമാണ് കൂടുതൽ കാണും. സ്വർണത്തിന്റെ ഒരു പട്ട് എങ്ങനെ ഇരിക്കും, അതേപോലെയായിരുന്നു കേട്ടോ. എന്നാലും ചെറുതായിട്ട് മഞ്ഞയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട് താനും. കൂടുതലും സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പട്ടായിരുന്നു. കഴുത്തിലെ മാലയൊന്നും അണിഞ്ഞിട്ടില്ല കേട്ടോ. ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് ഒരു തിലകം, അതിങ്ങനെ തല തിരിച്ച് വെച്ചിരിക്കുക, അതിന്റെ കൂർത്ത ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട്. കാതിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. ചുണ്ട് ചുവന്നിട്ടായിരിക്കണേ. നല്ല ഭംഗിയുണ്ട് ഭഗവതിനെ കാണാനായിട്ട്. നെറ്റിയിൽ ഒരു ഗോപി തിലകം, കിരീടത്തിന്റെ ഭാഗത്തായിട്ട് അതിനേക്കാൾ വലിയ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അലങ്കാരം. ആ മുഖത്ത് നോക്കുമ്പോഴുണ്ടല്ലോ ഭഗവതിയുടെ ഒരു സൗന്ദര്യം, അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അത്രയും സുന്ദരിയായിട്ടാണ് ഭഗവതിനെ ചാർത്തിയിരിക്കുന്നത്. കാണുമ്പോഴും നമുക്ക് നല്ല സന്തോഷം തോന്നും. അപ്പം അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയുടെ രൂപം എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതിക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെയും കൂടെ നമുക്കൊന്ന് കണ്ടു തൊഴാം കേട്ടോ. അയ്യപ്പനെ മഞ്ഞപ്പട്ടാണ്, ഡിസൈനുകളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള മഞ്ഞപ്പട്ടാണ് അരയിൽ ചുറ്റിയിരിക്കുന്നത്. വലത്തേ കയ്യിലൊരു കദളിപ്പഴവും കൂടെ അയ്യപ്പൻ ഇന്നലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മാലകളായിട്ടൊന്നും ചാർത്തിയിട്ടില്ല, സ്വർണ്ണപ്പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഒരു മാല പോലെ വെച്ചിട്ടുണ്ട്. അതാണ് മാല ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. കാരണം ആ മഞ്ഞ പട്ട്, മഞ്ഞ കദളിപ്പഴം, ആ സ്വർണ്ണ തിളക്കം കഴുത്തിലുള്ളത്, പിന്നെ കാതിലെ സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് നല്ല വലുപ്പത്തിലുള്ളത്. മുഖചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അയ്യപ്പൻ്റെ. പിന്നെ നെറ്റിയിൽ ആ നീളത്തിലുള്ള ഒരു പൊട്ട്, അത് ഗോപിയോ അല്ല വൃത്തമല്ല എന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഒരു വടി പോലത്തെ, അതായത് 1 എന്നൊക്കെ എഴുതില്ലേ, അങ്ങനെയാണ്. അങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. സ്വർണ്ണത്തിന് തിളങ്ങണതാണ് കേട്ടോ. അതിന് മുകളിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ട് പിന്നെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ചന്ദനം കൊണ്ട് ഇട്ടിട്ട് നടുഭാഗത്തായിട്ട് ഒരു വലിയ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കിരീടം ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് അയ്യപ്പന് എന്ന് തന്നെ വേണം പറയാനായിട്ട് കേട്ടോ. നല്ല രസമായിട്ടാണ് മുഖച്ചാർത്തൊക്കെ ഉണ്ടായിരുന്നത്. നല്ല സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നിർമ്മല എന്നൊരമ്മ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. മഹാപ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. മഹാപ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മഹാപ്രദക്ഷിണം എന്ന് പറയുമ്പോൾ
അത് പ്രദക്ഷിണം തന്നെയാണ്. അപ്പോൾ ആദ്യം പ്രദക്ഷിണത്തെക്കുറിച്ച് പറയാട്ടോ. അതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ, അത് ഗുരുവായൂർ ക്ഷേത്രം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. എല്ലാവരും പ്രദക്ഷിണം ചെയ്യുന്നവരാണ്. എത്രത്തോളം പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമസ്കരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ച് മുൻപ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര നമസ്കാരം ചെയ്യണം? 12 നമസ്കാരം, 11 നമസ്കാരം, 21 നമസ്കാരം, അങ്ങനെ പല എണ്ണത്തിലായിട്ട് ചെയ്യുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടെ ഒറ്റ നമസ്കാരം ചെയ്താൽ മതി, അത് ഭഗവാൻ എടുക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന എണ്ണത്തിനല്ല പ്രാധാന്യം, ചെയ്യുന്ന നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അതാണ് ചേലപ്പറമ്പിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപൊരിക്കൽ. ചേലപ്പറമ്പൻ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടേ ഇല്ല. ഗുരുവായൂരാണ് താമസിക്കുന്നതെങ്കിൽ കൂടിയിട്ട് ഗുരുവായൂരപ്പനെ കാണാനൊന്നും പോകാറില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു അന്ത്യനിമിഷം എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായതും ഓടിച്ചെന്ന് ഇനിയൊരു നമസ്കാരത്തിന് സമയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും വില്വമംഗലം മേൽപ്പത്തൂരാണ് പറഞ്ഞ ഉടനെ അവിടെ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഓടിയെത്തി അവിടെ നിന്ന് നമസ്കരിച്ചു. അതോടുകൂടി ഭഗവാനിലേക്ക് ലയിച്ചു. അതാണ് ഒറ്റ നമസ്കാരം മനസ്സറിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ എടുക്കും. പ്രദക്ഷിണവും അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആരും അത്രത്തോളം ഒന്നും വളർന്ന് എത്താത്തത് കൊണ്ടാണ് പ്രദക്ഷിണം ചെയ്യൂ, എത്രത്തോളം പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യൂ എന്ന് പറയണത്. പിന്നെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം എന്ന് പറയണതേ, നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു ദൂരം ഉണ്ടല്ലോ, ആ ദൂരം കൂടും തോറും അത് വളരെ വിശേഷമാണെന്നാണ് പറയുക. അതായത് ഇപ്പോൾ നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ഭക്തജനങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ സാധിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ ഭഗവാനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തു വന്നു. അതിനേക്കാൾ വിശേഷമാണ് പുറത്ത് പ്രദക്ഷിണ വഴിയിലൂടെ ചുറ്റമ്പലത്തിലൂടെ പ്രദക്ഷിണം വയ്ക്കുന്നത്. അതിനേക്കാൾ വിശേഷമാണ് കുളപ്രദക്ഷിണമായിട്ട് ചെയ്യുന്നത്. അതായത് ആ ദൂരം കൂടും തോറും അതിൻ്റെ മഹാത്മ്യം കൂടുക ചെയ്യുക. ഇതിനേക്കാൾ കൂടുതൽ പ്രദക്ഷിണം ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇന്നർ റിംഗ് റോഡ്, ഔട്ടർ റിംഗ് റോഡ് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ അവിടെ പോയിട്ട് പ്രദക്ഷിണം ചെയ്യണം എന്നല്ല പറയണത് കേട്ടോ. ആ പ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു ദൂരം ഉണ്ടല്ലോ, നമ്മൾ സഞ്ചരിക്കുന്ന ആ ഒരു ദൂരം അത് കൂടും തോറും, കാരണം ആ പ്രദക്ഷിണം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക, നാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. അത്രയും ദൂരം നമ്മളെല്ലാവരും ആ ഭഗവാനെ വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അത്രയേറെ മഹാത്മ്യം വരണത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും കൂടെ സങ്കല്പിക്കുക, നമ്മൾ നാലമ്പലത്തിനകത്താണ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുള്ളത്. സാധിക്കില്ല കേട്ടോ, എന്നാലും സങ്കല്പിക്കാമല്ലോ നമുക്ക്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഭഗവാനൊന്ന് പ്രദക്ഷിണം ചെയ്തു, ഗുരുവായൂരപ്പനെ മാത്രം നമ്മളൊന്ന് പ്രദക്ഷിണം ചെയ്തു. ഇനി നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് ചുറ്റമ്പലത്തിലാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ആരെയൊക്കെ പ്രദക്ഷിണം ചെയ്യാം? ഗുരുവായൂരപ്പന് പ്രദക്ഷിണം വന്നു, ഗണപതിക്ക് അവിടെ ഒരു പ്രദക്ഷിണം വന്നു, അയ്യപ്പനും ഒരു പ്രദക്ഷിണം വന്നു ഇല്ലേ? കാരണം ഇവർക്കൊക്കെ പുറമേ ആയിട്ടുള്ള പ്രദക്ഷിണമാണത്. ഇനി കുളപ്രദക്ഷിണമായിട്ടൊന്ന് ചെയ്തു കഴിഞ്ഞാലോ, ഗുരുവായൂരപ്പനെയും ഗണപതിനെയും അയ്യപ്പനെയും ഭഗവതിയമ്മയ്ക്കും കൂടിയിട്ടാണ് അവിടെ ഒരു പ്രദക്ഷിണം വരിക. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കുള്ള പ്രദക്ഷിണമല്ലേ വരുന്നത്. അതുകൊണ്ടും കൂടെ അത് കുറച്ചും കൂടെ കേമാണെന്ന് പറയാറുണ്ട്, കുറച്ചും കൂടെ വിശേഷമാണെന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ മഹാപ്രദക്ഷിണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുളപ്രദക്ഷിണമായിട്ട് ചെയ്യുന്നതാണ്. അതായത് കുറച്ച് ദൂരം കൂവണം, അതായത് നമ്മൾ കിഴക്കേ നടക്കിലെ ദീപസ്തംഭത്തിന്റെ ചുവട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അതങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ അരികിലൂടെ, കൂവളത്തിന്റെ അരികിലൂടെ പടിഞ്ഞാറ് നടയിലെത്തിയിട്ട് കുളം പ്രദക്ഷിണമായി വന്ന് തിരികെ ഇവിടെ കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് അവസാനിക്കുന്ന ആ ഒരു പ്രദക്ഷിണം, അതായിരിക്കാം മഹാപ്രദക്ഷിണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്നത് ഭഗവാന് വലിയ ഇഷ്ടമുള്ള കാര്യം. നമസ്കാരമാണെങ്കിലും പ്രദക്ഷിണമാണെങ്കിലും എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യൂ എന്നാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, ഓരോ ദേവന്മാർക്കും ഓരോ എണ്ണമാണ്, ഇത്ര എണ്ണം വീതം ചെയ്യണം എന്നാണ് പറയുക. ഗുരുവായൂരപ്പന് 3 പ്രദക്ഷിണം ചെയ്യണം, ഗണപതിക്ക് ഒരെണ്ണേ വേണ്ടൂ. അതുപോലെ തന്നെ സുബ്രഹ്മണ്യനാണെങ്കിൽ 6 ശിരസ്സുകളുണ്ടെങ്കിൽ, 6 മുഖനാണെങ്കിലും 5 എണ്ണമാണ് ചെയ്യുക. അരയാലിനാണെങ്കിൽ 7 പ്രദക്ഷിണം, ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഈ അരയാലിനെ 7 പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാലാണ് അതൊരു പ്രദക്ഷിണമായിട്ട് കണക്ക് കൂട്ടുക, അങ്ങനെ പറയാറുണ്ട്. അത് പിന്നെ സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ 5 പ്രദക്ഷിണം സുബ്രഹ്മണ്യ സ്വാമിയെ ചെയ്തു കഴിഞ്ഞാലാണ് അത് ഒരു പ്രദക്ഷിണമായിട്ട് കണക്ക് കൂട്ടുക. ഗണപതിക്ക് മാത്രമേ ഒറ്റ പ്രദക്ഷിണമായിട്ട് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളവർക്കും എത്ര വണ്ണാണോ പറഞ്ഞിരിക്കുന്നത് അത്ര എണ്ണം ചെയ്താലാണ് അത് ഒരെണ്ണമായിട്ട് കണക്ക് കൂട്ടുള്ളൂ. അങ്ങനെയാണ് പറയാറുള്ളത്. ഗുരുസ്ഥാനീയർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി പ്രദക്ഷിണങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എത്രത്തോളം പ്രദക്ഷിണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അത്രത്തോളം പ്രദക്ഷിണം ചെയ്യാം. അത് നാമം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യണം. ചുറ്റമ്പലത്തിലൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് വെറുതെ നടക്കുന്നവരുണ്ട് കേട്ടോ. അതായത് ഇവിടുന്ന് തൊഴുതിട്ട് ഞാൻ അപ്പുറത്തേക്ക് എത്തണ്ടേ എന്നുള്ള രീതിയിൽ നടക്കുന്നവരുണ്ട്. പക്ഷെ ആ നടത്തം തന്നെ നമ്മൾ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഭഗവാനെ കണക്കിലേക്ക് എടുക്കുന്ന ഒരു പ്രദക്ഷിണമാണ്. അല്ലാത്തതും ഭഗവാൻ എല്ലാതും എടുക്കും കേട്ടോ. അത് നമസ്കാരത്തിന്റെ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ മനസ്സിലാവും. വെറുതെ ഒന്ന് താഴെ വീണാലും ആ ശിരസ് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് നമസ്കാരമായിട്ട് കൂട്ടുന്ന മിടുക്കനാണ് നമ്മുടെ ഭഗവാൻ.
അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് നടന്നാലും ഭഗവാൻ അത് പ്രദക്ഷിണമായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ നമ്മളൊന്ന് അറിഞ്ഞ് ചെയ്താലോ അതിന് എത്രത്തോളം മഹാത്മ്യമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രദക്ഷിണമൊക്കെ കഴിയുന്നതും ചെയ്യാട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റേത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ വളരെ വിശേഷമാണ്. അത് നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ വിചാരിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. പോകുന്ന വഴിയിൽ കുറേ സംസാരിച്ചുകൊണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ ഞാൻ പോകുന്ന വഴിയിൽ ചിലരെയൊക്കെ കാണാറുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ പറയുന്നത് മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തും നമുക്ക് ചെയ്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ വായിച്ചുകൊണ്ട് ഭഗവാന്റെ ഇപ്പോൾ നാരായണീയം അതൊക്കെ ശ്ലോകങ്ങൾ ഇതൊക്കെ വായിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭഗവാനോട് ചേർന്നിട്ട് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. നാമജപം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്നലെ 1,45,562 നാമങ്ങളാണ് സമർപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നാമജപം മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.